തുടങ്ങി എത്ര നേരമായി? അയ്യോ അങ്ങ് മനസ്സിലായില്ല കേട്ടോ. ബിബിൻ ചേട്ടനെ നമ്മൾ ഒരുപാട് കളിയാക്കും. അല്ലെ നമ്മൾ ബിബിൻ ചേട്ടൻ തന്നെ പറയോ ഞാൻ വായി നോക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയുന്നവർ ശരിക്കും ശുദ്ധമാരാ, മണ്ടന്മാരാ. അത് ശരിയാണ്, അത് ശരിയാണ്. ആദ്യം അതായത് ഇതിലൊന്നും ഒരു ഇതും ഉണ്ടാവൂല, വെറുതെ പറച്ചില് മാത്രമേ കാണുള്ളൂ. ഒരു പെണ്ണ് മുന്നിൽ വന്നു കഴിഞ്ഞാ എന്ന് പറഞ്ഞ് നിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ ബിബിൻ ചേട്ടാ ഈ ഇരിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ പെണ്ണ് മുന്നേ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? മണിക്കുട്ടൻ ചേട്ടനോട് ഞാൻ ചോദിച്ചോട്ടെ, മണിക്കുട്ടൻ ചേട്ടന്റെ ക്രഷ് ആരോടെങ്കിലും ഭയങ്കര അഗാധമായ പ്രേമം? ഇപ്പൊ അങ്ങനെ ക്രഷ് വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു എന്റെ അത് ചിലപ്പോൾ വിചിത്രമായിട്ട് തോന്നാം കേട്ടോ. പക്ഷെ വിചിത്രമല്ല, എനിക്ക് ഒരുപാട് സിനിമ ആക്ട്രസിനോട് ഇഷ്ടം തന്നെ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടൊരു അയ്യോ പാവം ഈ കുട്ടിയോട് കുറച്ചും കൂടെ കരുണയാവാനും സ്നേഹമായിരുന്നു തോന്നിയത് ഹിറ്റ്ലർ സിനിമയിൽ ഹിറ്റ്ലറിന്റെ മൂത്ത സഹോദരിയായിട്ട് അഭിനയിച്ചില്ലേ ആ കുട്ടി. എന്താന്നറിയാമോ, അത് ശരിക്കും മമ്മൂക്ക സോമൻ ചേട്ടനോടാണ് പറഞ്ഞെങ്കിലും മണിക്കുട്ടനാണ് കേട്ടത്. ഒന്നോ എണീറ്റിരുന്നെങ്കിൽ ഒന്നോ വിളിച്ചിരുന്നെങ്കിൽ പറയുമ്പോ പുള്ളി ഞാൻ ഉണർന്ന്. ഇനിയിപ്പോ എനിക്കിപ്പോ കാജോൾ ആ സമയത്ത് ഭയങ്കര ക്രഷ്. അജയ് ദേവൻ ലോങ്ങിലാണ്, കുഴപ്പമില്ല. പ്രീതി സിന്ത അതെ പ്രീതി സിന്റ ഭയങ്കരല്ലേ? ഇനി പിന്നെ ഒരു നടി കൂടെ പറ, അപ്പൊ ഓക്കെ ആയിക്കോളൂ. അല്ല നമ്മളിത് പറയുന്നു പാവം ബക്രുചേട്ടൻ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞ ബക്രുചേട്ടാ അയ്യോ എന്താ ഞാൻ കുറച്ചും കൂടെ പഴയ നല്ല 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 ഡാൻസേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് വെറുതെ ബക്രുചേട്ടനെ മാന്യനാക്കരുത്. ക്രഷ് നിറഞ്ഞ നോക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങി. പറഞ്ഞോ ബക്രുചേട്ടാ. രശ്മിക മന്ദാന സിഗ്മയിലെ പെണ്ണിനെ തന്നെ വേണം. എനിക്കൊന്ന് ബക്രുചേട്ടന്റെ ആ ഒരു ടൈമില് മാധുരി ദീക്ഷിത് മനീഷ കൊയ്രാൾ അത്ര ഇല്ല, മാധുരി ആയിരുന്നു. അതെ അതെ മാധുരി ആയിരുന്നു തന്നെ. അന്നൊക്കെ ഈ ക്രഷ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മാഗസിൻസിൽ കിട്ടുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ പേപ്പർ കട്ട്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ പരിപാടിയൊന്നും ഇല്ല. ശരി, എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു മംഗളം നടുപേജ് മാത്രം കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരുടെ പേര് ചോദിക്കേ. കൂട്ടുകാരുടെ പേരെന്താ? മണിക്കൂട്ടൻ. അത് ബാർബർ ഷോപ്പിൽ കയറ്റൂലായിരുന്നു മണിക്കൂട്ടൻ. ഹോട്ടലിൽ തലയും കാണൂല, ആവശ്യമുള്ളവർക്ക് തലയും കാണൂല. ബിബിൻചേട്ടന്റെ ക്രഷിനെ പറ്റി നമുക്കറിയാം. ക്രഷ് എന്താണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആണോ പഴയതാണോ? പഴയത് ലേറ്റസ്റ്റ് എല്ലാം കേൾക്കട്ടെ. സുഹാസിനി രേവതി ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ ചിരി ഭയങ്കര ഇഷ്ടം. പിന്നെ അതിന്റെ ഇടയിൽ ഇപ്പൊ കുറച്ചു നാൾ മുമ്പാണ് ചോദിച്ചു കഴിഞ്ഞാല് മിയ എനിക്ക് ഭയങ്കര ജോർജോ. ഇത്ര അത്ഭുതം ജോർജാ. ഞാൻ മിയ ജോർജിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല മിയ എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് പുള്ളിക്കാരി കന്യാസ്ത്രീ ആയിട്ട് അഭിനയിച്ചോണ്ട് അതുകൊണ്ട് ഇപ്പൊ പ്രിയങ്ക മോഹൻ. ഡോക്ടറിലേക്ക് ഹീറോയിൻ ശിവകാർത്തികേയന്റെ പടത്തിലേക്ക്. ഓഹോ, ഇവൻ വളരുന്നോറും സ്റ്റേറ്റ് വിട്ട് കളിക്കുക. നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ തന്നെ നിക്കുക.